എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊട്ടറ്റോ ടൊമാറ്റോ ഓണിയൻ്റെ ഒരു കറിയാണ്. ഈ കറി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കുക. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 2 ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, ഒരു സവാള, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വന്നിട്ടുണ്ട്, ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്ത് വരാം. അപ്പോൾ ഈ വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങാണ് ഉടഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു തവ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്തതും പിന്നെ ആ പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇത് ഒരുപാടൊന്നും അങ്ങോട്ട് വഴന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി. ഇനി നമ്മൾ അതിലേക്ക് തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഈ വലുപ്പത്തിലാണ്. ഇനി അതിലേക്ക് 2-3 പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നമ്മളിതിൽ അധികം കുരുമുളക്, വെള്ളുള്ളി, ഇഞ്ചി അങ്ങനെയുള്ള ഒന്നും ഇതിലിടുന്നില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് ഞാൻ അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തക്കാളിയൊന്നും നമ്മൾക്ക് അങ്ങനെ ഒരുപാട് അങ്ങനെ വെന്ത് പോകരുത്. അപ്പോൾ അതൊരു 3 മിനിറ്റ് ഞാൻ ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്, ആ മസാലയൊക്കെ ഒന്ന് ഉള്ളിയിലും സവാളയിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കി, ഈ സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ കുട്ടികൾ മുതൽ എത്ര പ്രായമുള്ളവർക്ക് വരെ നമ്മൾ ഇങ്ങനെ കറി വെച്ചാൽ കഴിക്കാൻ പറ്റും. കാരണം അധികം എരിവും ഒന്നുമില്ല, അധികം മസാലകൾ ചേർക്കാതെ സിമ്പിളായിട്ട്. അപ്പോൾ കിഴങ്ങിട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടി ഞാൻ ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്, അതിൻ്റെ മസാലകളൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ഗ്ലാസ് പാലാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തിളപ്പിച്ച പാൽ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞ് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ തിളപ്പിക്കുമ്പോൾ അറിയാമല്ലോ പിരിഞ്ഞ് പോകുന്നതാണെങ്കിൽ. അപ്പോൾ പാൽ ഒഴിച്ചിട്ട് ഇനി നമ്മൾക്ക് അധികം ഒന്നും തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി കറിക്ക് ആവശ്യമായ ബാക്കി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതേ പരുവത്തിലുണ്ടാവും, നമ്മൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ നമ്മൾ പുഴുങ്ങിയ കിഴങ്ങ് ചേർത്ത് കൊടുത്ത് തന്നെ ഗ്രേവിക്കൊക്കെ ഒരു അല്പം കട്ടിയൊക്കെ വരും. ഇപ്പം ഞാൻ അതിലേക്ക് ഉപ്പ് നോക്കുന്നുണ്ട്, നല്ല കറക്റ്റായിട്ടെല്ലാം വന്നിട്ടുണ്ട്. ഇത് കൊച്ചു കുട്ടികൾ മുതൽ നമ്മൾ വലിയ മുതിർന്നവർക്കെല്ലാം ഇത് കഴിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഞാനത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കറിയുടെ ഗ്രേവിയുടെ കട്ടിയെല്ലാം കണ്ടില്ലേ, ഇതുപോലെ ആയിട്ടുണ്ട്. നമ്മളെ ചപ്പാത്തിക്ക് അപ്പത്തിനൊക്കെ നല്ല സെറ്റാവും. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു വറവ് കൂടി ചേർക്കണം. അതിനായിട്ട് ഞാൻ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മാത്രം വെളിച്ചെണ്ണ, പിന്നെ അതിലേക്ക് ഒരു 5-6 ചുവന്ന ഉള്ളി ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കുക. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ച് നമ്മൾ അതിലേക്ക് ഇടുക. അപ്പോൾ നമ്മളത് വല്ലാണ്ട് അങ്ങനെ മൂത്ത് കറുത്ത് പോകുന്നു വേണ്ട, ഒരു മീഡിയം സൈസാക്കിയിട്ട് ഇതേപോലെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ പാല് ചേർത്ത പൊട്ടറ്റോ ടൊമാറ്റോ ഓണിയൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാറ്റിനും ഇത് ചേരും, പൊറോട്ട, ചപ്പാത്തി, അപ്പം, എല്ലാറ്റിനും. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും കൊടുക്കാം. ഇപ്പോൾ നമ്മളെ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്കൊക്കെ ഇത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. ഇഷ്ടപ്പെട്ട ഒന്നുകൂടി പറഞ്ഞ് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാനത് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഉണ്ടാക്കുക, വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.